ഇന്ത്യൻ സിനിമാ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിസ്മയത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മുംബൈ നഗരത്തിന്റെ തിരക്കുകൾക്കിടയിൽ കാലം തളച്ചിട്ട ഒരു ഇടമുണ്ട്. അതാണ് മുംബൈ സെൻട്രലിന് അടുത്തുള്ള മറാത്ത മന്ദിർ എന്ന ഐക്കോണിക് തിയേറ്റർ. 1995 ഒക്ടോബർ 20 അവിടെ ഒരു സിനിമ റിലീസ് ചെയ്തു. പേര് ദിൽവാലെ ദുൽഹനിയാലെ ജായംഗോ അഥവാ നമ്മുടെ പ്രിയപ്പെട്ട DDLJ. അന്ന് തുടങ്ങിയ ആ പ്രയാണം 30 വർഷങ്ങൾ പിന്നിട്ടിട്ടും ഇന്നും അവിടെ അവസാനിച്ചിട്ടില്ല എന്നത് വിശ്വസിക്കാൻ പ്രയാസമുള്ള ഒരു സത്യമാണ്. ലോക സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഇത്രയും കാലം തുടർച്ചയായി ഒരു തിയേറ്റർ പ്രദർശിപ്പിച്ച മറ്റൊരു സിനിമ ഉണ്ടാവില്ല. ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ വരെ ഇടം പിടിച്ച ഈ അപൂർവ നേട്ടം ഇന്ത്യൻ സിനിമയുടെ അഭിമാനമാണ്. ഷാറൂഖ് ഖാൻ എന്ന നടനെ ആഗോളതലത്തിൽ ഒരു സൂപ്പർ സ്റ്റാർ ആക്കി മാറ്റുന്നതിലും രാജ് സിമ്രാൻ എന്ന പ്രണയ ജോഡികളെ ഓരോ പ്രേക്ഷകന്റെയും ഹൃദയത്തിൽ പ്രതിഷ്ഠിക്കുന്നതിലും ഈ സിനിമ വഹിച്ച പങ്ക് വളരെ വലുതാണ്. ആദിത്യ ചോപ്രയുടെ സംവിധാനത്തിന് പിറന്ന ഈ പ്രണയ കാവ്യം 30 വർഷങ്ങൾക്ക് ശേഷവും അതേ പുതുമയോടെ ആളുകൾ കണ്ടുകൊണ്ടിരിക്കുന്നു. മറാത്ത മന്ദിറിലെ ഈ പ്രദർശനത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്. ദിവസവും രാവിലെ 11:30ക്കാണ് ഈ സിനിമയുടെ ഷോ നടക്കുന്നത്. സാധാരണ സിനിമകൾക്ക് ടിക്കറ്റ് നിരക്ക് കുതിച്ചുയരുമ്പോഴും ഇവിടെ ഇന്നും സാധാരണക്കാർക്ക് താങ്ങാവുന്ന നിരക്കിലാണ് ടിക്കറ്റുകൾ നൽകുന്നത്. വെറും 30 രൂപയ്ക്കും 50 രൂപയ്ക്കും ഇന്നും അവിടെ സിനിമ കാണാം. മുംബൈയിലെ ടാക്സി ഡ്രൈവർമാരും കൂലിപ്പണിക്കാരും വിദ്യാർത്ഥികളും ഒക്കെ തങ്ങളുടെ ഒഴിവു സമയങ്ങളിൽ അല്പനേരം സമാധാനമായി ഇരിക്കാനും ആസ്വദിക്കാനും ഇന്നും തിരഞ്ഞെടുക്കുന്നത് ഈ തിയേറ്ററിലെ DDLJ ഷോയാണ്. തിയേറ്ററിനുള്ളിൽ കാഴ്ചകൾ അതിലും മനോഹരമാണ്. സിനിമയിലെ ഓരോ പാട്ടുകൾക്കും ഡയലോഗുകൾക്കും ഇന്നും കാണികൾ കൈയടിക്കുകയും വിസിൽ വിളിക്കുകയും ചെയ്യുന്നു. ജാസ് സിമ്രാൻ ജാ എന്ന അമരീഷ് പുരിയുടെ ആ ഐക്കോണിക് ഡയലോഗ് കേൾക്കുമ്പോൾ ഇന്നും തിയേറ്റർ പൂരപ്പരമായി മാറുന്നു. പലരും 100-ലധികം തവണ ഈ തിയേറ്ററിൽ ഇരുന്ന് ഈ സിനിമ കണ്ടവരാണ്. അവർക്ക് ഇതൊരു സിനിമ മാത്രമല്ല, മറിച്ച് തങ്ങളുടെ ജീവിതത്തിന്റെ ഒരു ഭാഗം കൂടിയാണ്. പലതവണ ഈ സിനിമ തിയേറ്ററിൽ നിന്ന് മാറ്റാൻ അധികൃതർ ആലോചിച്ചിരുന്നു. എന്നാൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ പ്രതിഷേധം കാരണം ആ തീരുമാനം മാറ്റുകയായിരുന്നു. പുതിയ കാലത്തെ സിനിമകൾ പോലും ഒരാഴ്ച തിയേറ്ററിൽ തികച്ചു ഓടാൻ കഷ്ടപ്പെടുമ്പോഴാണ് 1200-ലധികം ആഴ്ചകൾ പിന്നീട് ഈ സിനിമ വിജയകരമായി മുന്നേറുന്നത്. ഡിജിറ്റൽ യുഗത്തിലും OTT പ്ലാറ്റ്ഫോമുകളിലും സിനിമ വിരൽത്തുമ്പിൽ ലഭ്യമായിട്ടും മറാത്ത മന്ദിറിലെ ആ ഇരുട്ടിലിരുന്ന് രാജിന്റെയും സിമ്രാന്റെയും പ്രണയം കാണാൻ ആളുകൾ എത്തുന്നുണ്ടെങ്കിൽ അത് ആ സിനിമയുടെ മാസ്മരികത തന്നെയാണ്. ഈ 30 വർഷങ്ങൾക്കിടയിൽ മുംബൈ നഗർ ഒരുപാട് മാറി, ആളുകൾ മാറി, സിനിമാ രീതികൾ മാറി. പക്ഷേ മറാത്ത മന്ദിറും അവിടുത്തെ DDLJ പ്രദർശനവും മാറ്റമില്ലാതെ തുടരുന്നു. ഒരു സിനിമയ്ക്ക് എങ്ങനെ ഒരു ജനതയെ ഇത്രത്തോളം സ്വാധീനിക്കാൻ കഴിയുമെന്നതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണിത്. ഇന്ത്യൻ സിനിമയുടെ ചരിത്രത്തിനുള്ളിൽ കാലം മുംബൈയിലെ ഈ തിയേറ്ററും അവിടുത്തെ ഈ അനശ്വര പ്രണയകഥയും സ്വർണ്ണലിപികളിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. നിങ്ങൾ മുംബൈയിൽ പോകുമ്പോൾ സമയം കണ്ടെത്താൻ കഴിയുമെങ്കിൽ തീർച്ചയായും അനുഭവിച്ചറിയേണ്ട ഒന്നാണിത്. ഇതുപോലുള്ള ഇൻട്രസ്റ്റ് ആയിട്ടുള്ള വീഡിയോ നിങ്ങൾക്ക് കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.